ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വോയിസ് ക്ലിയർ ആണല്ലോ? അതെ സർ. ഓക്കെ. ഇന്ന് ശിബ്ഹ് ജുംല ഇതുമായി ബന്ധപ്പെട്ട പാഠമാണ് നമ്മൾ എടുക്കുന്നത്. ശിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. ലറുഫുകളും ജാറ് മജ്റൂറുകളും ഇവയൊക്കെയാണ് ശിബ്ഹ് ജുംല എന്ന് പറയാം. ശിബ്ഹ് ജുംല സമം അല്ലറുഫു വൽ ജാറു വൽ മജ്റൂർ. ലറുഫുകളും ജാറ് മജ്റൂറുകളുമാണ് ശിബ്ഹ് ജുംല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമാ യകൂനു ഖബറുൽ മുബ്തദഇ മുഫ്രദൻ യകൂനു ജുംലത്തൻ ഫിഅലിയ ഔ ജുംലത്തൻ ഇസ്മിയ ഔ ശിബ്ഹ ജുംല. മുബ്തദഇൻ്റെ ഖബർ സാധാരണഗതിയിൽ മുഫ്രദായിട്ടാണ് സംഭവിക്കുക. ഇങ്ങനെ മുഫ്രദായി സംഭവിക്കുന്നത് പോലെ ഇപ്പോൾ ഉദാഹരണത്തിന് സെയ്ദുൻ ആലിമുൻ. സെയ്ദ് മുബ്തദ ആണ്, ആലിമ് ഖബറാണ്. ഇവിടുത്തെ ഖബർ ഒരു മുഫ്രദായ ഒരു ഇസ്മാണ്. ഹാദ അസദുൻ, ഇത് സിംഹമാകുന്നു. ഹാദ മുബ്തദാണ്, അസദ് എന്ന മുഫ്രദായ ഇസ്മ് ഖബറാണ്. ഇങ്ങനെ സാധാരണ മുഫ്രദായിട്ട് ഖബർ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ ഖബർ ജുംലത്തുൻ ഫീലിയ ജുംല ആവാറുണ്ട്. അതുപോലെ തന്നെ ഇസ്മിയ ജുംല ഖബറായിട്ട് വരാറുണ്ട്. ശിബ്ഹ് ജുംലയും ഖബറായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് അന്നലാഫത്തു തുനശ്ശിത്തുൽ ജിസ്മ. അന്നലാഫത്തു വൃത്തി, അത് തുനശ്ശിത്തുൽ ജിസ്മ, അത് ജിസ്മിനെ, നമ്മുടെ ശരീരത്തെ ഉന്മേഷമുള്ളതാക്കും. നലാഫത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ മുബ്തദ. നലാഫത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഖബർ ഏതാണ്? തുനശ്ശിത്തുൽ ജിസ്മ എന്ന ജുംലയാണ്. തുനശ്ശിത്തു, അത് ഉന്മേഷമുണ്ടാക്കി തീർക്കും. ആ ഒരു മുലാരിയായ ഫിഅലും അതിലെ ലമീർ, നലാഫത്തിലേക്ക് മടങ്ങുന്ന ലമീർ, ഈ ലമീർ കൂടെയുള്ള ഈ ജുംലയാണ്, ഫിഅലിയായ ജുംലയാണ് ഇവിടുത്തെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ അൽ മിസ്ബാഹു ലൗഉഹു ഷദീദുൻ. അൽ മിസ്ബാഹു വിളക്കാകുന്നത്. ലൗഉഹു ഷദീദുൻ, അതിൻ്റെ വെളിച്ചമാകുന്നത് ഷദീദുൻ, നല്ല ശക്തിയായ വെളിച്ചമാകുന്നു. ഇവിടെ അൽ മിസ്ബാഹു എന്നുള്ളത് മുബ്തദ ആണ്. ആ മിസ്ബാഹിനെ കുറിച്ച്, വിളക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഖബർ ഏതാണ്? ലൗഉഹു ഷദീദുൻ, അതിൻ്റെ വെളിച്ചം നല്ല ശക്തിയുള്ളതാണ് എന്ന ആ ജുംല, ലൗഉഹു ഷദീദുൻ എന്ന ഇസ്മിയായ ജുംലയാണ് ഇവിടുത്തെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഈ ലൗഉഹു ഷദീദുൻ എന്ന ജുംലയിൽ ലൗഉ മുബ്തദ ആണ്, ഷദീദ് ഖബറാണ്. അങ്ങനെ ആ മുബ്തദയും ഖബറും കൂടിയ ജുംല, ഇസ്മിയ ജുംല, അതാണ് അൽ മിസ്ബാഹു എന്ന മുബ്തദയുടെ ഖബർ. അപ്പോൾ ഫീലിയ ജുംലയും ഇസ്മിയ ജുംലയൊക്കെ ഖബറായിട്ട് വരും. ഇതുപോലെ ശിബ്ഹ് ജുംലയും ഖബറായിട്ട് വരും. ഉദാഹരണത്തിന് അൽ കിതാബു ഫിൽ ഖീമത്തുരി. കിതാബ് അലമാരയിലാണ് എന്നൊക്കെ അർത്ഥം. ഇവിടെ അൽ കിതാബു എന്നുള്ള മുബ്തദ ആണ്. ഫിൽ ഖീമത്തുരി എന്നുള്ളത് ഖബറാണ്. അവിടെ ആ ജാറ് മജ്റൂർ, ഫിൽ ഖീമത്തുർ എന്ന് പറയുന്ന ഈ ജാറ് മജ്റൂറാണ് ഇവിടെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ശിബ്ഹ് ജുംല ഖബറായിട്ട് വന്നു. അതുപോലെ അസ്സാഅത്തു തഹ്തൽ വിസാദത്തി. അസ്സാഅത്തു, സാഅത്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നർത്ഥമുണ്ട്. ഇവിടെ വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് എന്നൊക്കെ അർത്ഥം, വാച്ച് എന്നർത്ഥം. അസ്സാഅത്തു വാച്ച്, തഹ്തൽ വിസാദത്ത് തലയാണിയുടെ ചുവട്ടിലാണ്. ഇവിടെ തഹ്ത എന്ന് പറയുന്ന ലറുഫാണ് ഇവിടുത്തെ ഖബറായി വന്നിട്ടുള്ളത്. അപ്പോൾ അവസാനത്തെ രണ്ട് ഉദാഹരണം, അതായത് ഫിൽ ഖീമത്തുർ
അതുപോലെ തഹ്ത അവിടെയൊക്കെ ജാറ് മജ്റൂറും അതുപോലെ ലർഫൊക്കെയാണ് ഖബറായിട്ട് വന്നിട്ടുള്ളത്. ഇതിനാണ് നമ്മൾ ഷിബ് ജുംല എന്ന് പറയാം. ഇതുപോലെ ഖബറു കാന വ അഖവാത്തുഹ വ ഖബറു ഇന്ന വ അഖവാത്തുഹ, ഇതൊക്കെയും കമായക്കൂനു കുല്ലു മിൻഹുമ മുഫ്രദൻ. കാനയുടെ ഖബർ അതുപോലെ ഇന്ന അഖവാത്തിൻ്റെ ഖബർ, ഇതൊക്കെ അതിൻ്റെ ഖബറൊക്കെ മുഫ്രദാകും പോലെ യക്കൂനു ജുംലത്തുൻ ഫിഅലിയ വ ജുംലത്തുൻ ഇസ്മിയ വ ശിബ്ഹു ജുംല, അവയും എന്താവാറുണ്ട് ഇസ്മിയ ജുംലയായിട്ടും ഫിഅലിയ ജുംലയായിട്ടും അതുപോലെ ശിബ്ഹു ജുംലയായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. ഓരോ ഉദാഹരണം മാത്രം. കാന അഖവാത്ത് 13 ഫീലുകളുണ്ട്. അതിൽ കാനയുടെ ഉദാഹരണം മാത്രം എന്ന് പറയാം. കാനൽ മരീദു യതഅല്ലമു, കാനൽ മരീദു രോഗി ആയിരുന്നു അല്ലെങ്കിൽ രോഗി ആയി, യതഅല്ലമു അവൻ വേദനിക്കുന്നവനായി, വേദനിക്കുക വേദന കടിച്ചിറക്കുന്നവനായി. ഇവിടെ കാനയുടെ ഇസ്മ് അൽ മരീദു എന്നുള്ളതാണ്. അതിൻ്റെ ഖബർ യതഅല്ലമു എന്ന മുളാരിയായ ഫിഅലും അതുപോലെ ആ മരീദിലേക്ക് മടങ്ങുന്ന ഹുവ എന്ന ഒരു ലമീർ മുസ്തത്തിറായിട്ട് യതഅല്ലമുലുണ്ട്. ആ ലമീറും കൂടിയ ജുംല, ഫീലും ഫായിലും കൂടിയ ജുംലക്കും ഫിഅലിയ ജുംല എന്നാണല്ലോ പറയാം. ആ യതഅല്ലമു എന്ന ഫിഅലിയ ജുംലാണ് ഇവിടെ കാനയുടെ ഖബർ. അതുപോലെ കാന ശിതാഉ ബറദുഹു ശദീദ്, കാന ശിതാഉ ശൈത്യം ആയിരുന്നു, ശൈത്യകാലമായിരുന്നു. എന്തായിരുന്നു ശൈത്യകാലത്തെക്കുറിച്ച് പറയാണ്. ബറദുഹു ശദീദുൻ, അതിൻ്റെ ബറദ് ശക്തിയായിരുന്നു, തണുപ്പ് ശക്തിയായിരുന്നു. അപ്പോൾ അശിതാഉ എന്നുള്ളതാണ് ഇവിടെ കാനയുടെ ഇസ്മ്. അതുപോലെ ബറദുഹു ഷദീദുൻ എന്ന ഇസ്മിയ ജുംല, ബറദ് എന്ന മുബ്തദവും ഷദീദ് എന്ന ഖബറും കൂടിയ ആ ഇസ്മിയ ജുംലയാണ് കാനയുടെ ഖബർ. അപ്പോൾ കാനയുടെ ഖബറായിട്ട് ഫീലിയ ജുംല വന്നു, ഇസ്മിയ ജുംല വന്നു. ഇതുപോലെ ഷിബ്ഹ് ജുംലകളും വരാറുണ്ട് കാനയുടെ ഖബറായിട്ട്. ഉദാഹരണത്തിന് കാനൽ മാഉ വെള്ളമായിരുന്നു, ഫിൽ കൂബ് കോപ്പയിലായിരുന്നു. അവിടെ അൽ മാഉ എന്നുള്ളത് കാനയുടെ ഇസ്മ്, ഫിൽ കൂബ് എന്ന ആ ജാറ് മജ്റൂറാണ് കാനയുടെ ഖബർ. അതുപോലെ കാനൽ ഹാരിസു ഖൽഫൽ ബാബ്, കാനൽ ഹാരിസു പാറാവുകാരൻ ആയിരുന്നു, ഖൽഫൽ ബാബ് ഗേറ്റിൻ്റെ അപ്പുറത്ത് പിന്നിൽ ആയിരുന്നു, ഗേറ്റിന് പിന്നിലായിരുന്നു. ഈ പിന്നിൽ എന്നുള്ളത് ലർഫ് മക്കാൻ ഒരു ലർഫാണ്. ഇങ്ങനെ ലർഫാണ് ഇവിടുത്തെ ഖബറായിട്ട് വന്നത്, കാനയുടെ ഖബറായിട്ട് വന്നത്. അതേപോലെ തന്നെയാണ് ഇന്ന അഖവാത്ത്, അവയുടെ ഖബറും ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഇസ്മിയ ജുംലിയായും ഫീലിയ ജുംലിയായും ഷിബ് ജുംലയായിട്ടൊക്കെ വരാറുണ്ട്. ഉദാഹരണത്തിന് ഇന്നൽ മുജിദ്ദ യംഫഉ നഫ്സഹു, ഇന്നൽ മുജിദ്ദ തീർച്ചയായും അധ്വാനിക്കുന്നവൻ, ജിദ് എന്നത് പരിശ്രമം എന്നർത്ഥം. അപ്പോൾ അല്ലാതെ പരിശ്രമിക്കുന്നവൻ, യംഫഉ അവൻ ഉപകാരം ചെയ്യും, നഫ്സഹു അവൻ്റെ സ്വന്തം നഫ്സിന് ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ അവൻ ചെയ്യും, പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം മുജിദ് എന്നുള്ളത് ഇന്നയുടെ ഇസ്മാണ്, ഇന്നൽ മുജിദ്ദ, മുജിദ്ദ എന്നുള്ളത് ഇന്നയുടെ ഇസ്മ്. ഇന്നയുടെ ഖബർ ഏതാണ്? യംഫഉ എന്ന അമുലാരിയായ ഫീലും അതിൽ മുജിദിലേക്ക് മടങ്ങുന്ന ഹുവ എന്നൊരു മുസ്തത്തിറായ ലമീറുണ്ട്, ആ ലമീറാകുന്ന ഫായിലും ഒക്കെ കൂടിയ ആ ഫീലിയ ജുംല യംഫഉ എന്ന ജുംലയാണ് ഇവിടെ ഇന്നയുടെ ഖബർ. അതുപോലെ ഇന്നൽ വലദ സീനത്തുഹു അൽ അദബു, ഇന്നൽ വലദ തീർച്ചയായും ഒരു കുട്ടി, സീനത്തുഹു അൽ അദബു അവൻ്റെ സീനത്ത് അവൻ്റെ ഭംഗി എന്ന് പറയുന്നത് മര്യാദയാണ്. ഏതൊരു കുട്ടിയാവട്ടെ ആ കുട്ടിയുടെ സീനത്ത് അവൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവൻ്റെ മര്യാദയാണ്. മര്യാദ എത്രയുണ്ടോ അത്രത്തോളമാണ് അവൻ്റെ ഭംഗി. ഇവിടെ ഇന്നൽ വലദ, വലത് എന്നുള്ളതാണ് ഇന്നയുടെ ഇസ്മ്. സീനത്തുഹു അൽ അദബു അവൻ്റെ സീനത്താകുന്നത് അദബാകുന്നു എന്നുള്ള ആ ഇസ്മിയ ജുംല, സീനത്ത് എന്ന മുബ്തദഉം അദബ് എന്ന ഖബറും കൂടിയിട്ടുള്ള ആ ജുംല ഇസ്മിയ ജുംലയാണ് ഇന്നയുടെ ഖബർ. അപ്പോൾ ശ്രദ്ധിക്കണം, ആ സീനത്തുഹു അൽ അദബു എന്നുള്ള ജുംലക്ക്
റഫ് ആയിരിക്കും ഉണ്ടാവുക, കാരണം ഇന്നയുടെ ഖബറിന് റഫ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ജുംല റഫിൻ്റെ മഹലിലാണ്. അതുപോലെ കാന അഖവാത്തിൻ്റെ അവിടെ നമ്മൾ കാനയുടെ ഖബറായിട്ട് ബറദഹു ഷദീദുൻ യതഅല്ലമു എന്നൊക്കെ ജുംലകളൊക്കെ ഖബറായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജുംലക്ക് മഹല് നസ്ബായിരിക്കും, കാരണം കാനൻ്റെ ഖബറായിട്ടാണ് വന്നത്. അടുത്തതായി നോക്കുക, ഇന്നൽ ഹയാ മിനൽ ഈമാനി. ഇന്നൽ ഹയാ തീർച്ചയായും ഹയാ ലജ്ജ എന്നുള്ളത് മിനൽ ഈമാനി അത് ഈമാനിൽ പെട്ടതാകുന്നു. ഇവിടെ ഇന്നയുടെ ഇസ്മ അൽ ഹയാ എന്നുള്ളതാണ്. ഇന്നയുടെ ഖബർ മിനൽ ഈമാനി എന്ന ജാറ് മജ്റൂറാണ് ഇന്നയുടെ ഖബർ. അപ്പോൾ ഷിബ്ഹ് ജുംല മിനൽ ഈമാൻ എന്നുള്ള ഷിബ്ഹ് ജുംലയാണ് ഇവിടുത്തെ ഖബർ. ഇന്നൽ ഹുക്കുമ ബഅദ് തജ്രിബത്തി. ഒരു ഹുക്കുമ് പറയൽ എപ്പോഴാണ്? ബഅദ് തജ്രിബത്തി, തജ്രിബത്തിൻ്റെ ശേഷമാണ്, പരിശോധിച്ചറിഞ്ഞതിൻ്റെ ശേഷം, പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരു ഹുക്കുമ് പറയുന്നത്. ഇവിടെ ബഅദ തജ്രിബത്ത്, ആ ബഅദ എന്ന ലറുഫ് ശേഷം എന്നുള്ളത് തജ്രിബത്തിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ ലറുഫ് സമാനാണല്ലോ. ആ ലറുഫ് സമാൻ ലറുഫാണ് ഇവിടുത്തെ ഇന്നയുടെ ഖബർ. ഹുക്കുമ് എന്നുള്ളതാണ് ഇന്നയുടെ ഇസ്മ. ബഅദ തജ്രിബത്ത് എന്നത് ബഅദയാണ് ഇന്നയുടെ ഖബർ. ഇനി കാന അഖവാത്തിൽപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് അസ്ബഹ എന്നുള്ളത്. കാന സ്വാറ അസ്ബഹ, അസ്ബഹ തായിറു യുഗന്നി. അവിടെ യുഗന്നി എന്ന ഫിഇലിയ ജുംല ഖബറായിട്ട് വന്നു. അസ്ബഹൽ വർദു റായിഹത്തുഹു ജമീലത്തുൻ. ഇവിടെ റായിഹത്തുഹു ജമീലത്തുൻ എന്നുള്ളത് ഇസ്മിയ ജുംലയാണ് അസ്ബഹയുടെ ഖബർ. അസ്ബഹൽ കസ്ലാനു ഫി ഹൈറത്തിൻ. അവിടെ ഫി ഹൈറത്തിൻ എന്ന ഷിബ്ഹ് ജുംല ജാർ മജ്റൂർ ഷിബ്ഹ് ജുംലയാണ് അസ്ബഹയുടെ ഖബർ. അസ്ബഹ ത്വല്ലു ഫൗഖൽ അസ്ഹാരി. ഇവിടെ ഫൗക്ക എന്നുള്ള ലറുഫ് മക്കാനാണ് അസ്ബഹയുടെ ഖബർ. ഇതിന് തർക്കീബ് മിറാബൊക്കെ പറയാൻ പറ്റുമോ? അസ്ബഹ ത്വായിറു യുഗന്നി എന്ന ആ ജുംലയുടെ ഒരു തർക്കീബ് ഒരാളെന്ന് പറയൂ. അസ്ബഹ ത്വായിറു യുഗന്നി. അർത്ഥം അറിയില്ലേ? അസ്ബഹ ത്വായിറു പക്ഷി ആയി, യുഗന്നി ചിലക്കാൻ തുടങ്ങി, ചിലക്കുന്നവനായി എന്നർത്ഥം. അസ്ബഹ ഫിഇൽ മാളി. പിന്നെ അത് മുഅറബാണോ മബ്നിയാണോ? മാളിയായ ഫിഇൽ മുഅറബാണോ മബ്നിയാണോ? മബ്നിയാണ്. ഫതഹിന്റെ മേൽ മബ്നിയാണ് അല്ലേ. പിന്നെ അത്തായിറു എന്നുള്ളത് അതെ അസ്ബഹന്റെ ഫായിലല്ല ഇസ്മാണ് അല്ലേ. ഓക്കെ. അസ്ബഹ ത്വായിർ എന്നുള്ളത് അസ്ബഹയുടെ ഇസ്മ. പിന്നെ അതിൻ്റെ ഇറാബ് പറയും. ഇസ്മ എന്നുള്ളത് ഇപ്പോൾ തർക്കീബാണ്. ഞാൻ അതിൻ്റെ ഇറാബ് മർഫൂൻ ബിൽ ലമ്മത്തി ളാഹിറ. പിന്നെ ആമിൽ അസ്ബഹ എന്നുള്ളത് അല്ലേ. പിന്നെ യുഗന്നി ജുംല ആകുന്നതിന് മുമ്പ് ഒരു ജുംല ആകുന്നതിന് മുമ്പ് അവിടെ ഫീലും ഫായിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞോളൂ. യുഗന്നി എന്നുള്ളത് മുലാരിയായ ഫീലാണ്. ആ ഫീലിന് എന്താണ് ഇറാബ്? ആ ഫീലിന് ഇറാബ് എന്താണ്? അതെ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്. ഖാലി എന്നുള്ള പിന്നെ ഇസ്മാണ്. നമ്മള് ഖലാ യഖ്ലി റമാ യർമി ഇന്നലെ നമ്മളതിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അല്ലേ. മുഴത്തല്ലായ ഫീല്
അവസാനം യാ വാവൊക്കെ വരുമ്പോൾ അലിഫ് വരുമ്പോഴൊക്കെ റഫ് മുഖദ്ദറിലായിരിക്കും ഉണ്ടാവുക. അവസാനം മുഴത്തല്ലായ ഫീലുകൾക്ക് റഫ് മുഖദ്ദറിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ യുവന്നി എന്നുള്ളിടത്ത് ആ യാ ഇന്നമേൽ മുഖദ്ദറ എല്ലമ്മത്തുകൊണ്ട് റഫ് ചെയ്ത ആമിൽ ആരാണ്? റഫ് ചെയ്ത ആമിൽ യുവന്നി എന്ന മുലാരിക്ക് യുവന്നി എന്ന ഫിഅലിന് റഫ് ആണെന്ന് പറഞ്ഞു. ആ റഫ് ചെയ്ത ആമിൽ കേട്ടില്ല. ഏയ് അസ്ബയുടെ ഖബറിന് നസ്ബല്ല വേണ്ടത്. അല്ല, മുലാരിയായ ഫേരിന് എപ്പോൾ റഫ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ആമിൽ ഹുലുവാണ്. ഹുലുവ് അതായത് നാസിബും ജാസിമും ഇല്ല എന്നുള്ളതാണ് അതിന് റഫ് ചെയ്യുന്ന ആമിൽ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഇനി മാറരുത്. അപ്പോൾ യുവന്നീൻ്റെ മുമ്പ് എന്തില്ല, ലെന്ന് പോലെയുള്ള നെസ്ബ് ചെയ്യുന്ന അദാത്തുകളില്ല, ലമ്മ് പോലെ ജസ്മ് ചെയ്യുന്ന അദാത്തുകളില്ല. അപ്പോൾ ഇതിനാണ് ഹുലുവ് എന്ന് പറയുക. ഹുലുവ് എന്ന് ഒഴിവാകുന്ന വാക്കിൻ്റെ അർത്ഥം റഫ് ഇവിടെ വന്നാലും അതെ അതെ നാസിബ് ജാസിബ് എന്ന് ഒഴിവാവൽ അതാണ് ഹുലുവ്. അതാണ് മുലാരിക്ക് റഫ് ചെയ്യുന്നത്. നാസിബ് എന്ന് പറഞ്ഞാല് മുലാരി ഫി നസ്ബ് ചെയ്യുന്ന അൻ ലെൻ കൈ ഇതൻ പോലെയുള്ള അതെ. അതേപോലെ ജാസിം പറഞ്ഞാല് ഇൻ ലം ലമ്മ ലാമുൽ അമ്ര ലാലി നെഹി, അതുപോലെ ഷർത്തിൻ്റെ അദാത്തുകൾ, ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജാസിമോ നാസിബോ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മുലാരിക്ക് റഫ് ചെയ്യുന്ന ആമിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫായിൽ പറയണല്ലോ. ഫെയിൽ വന്നാൽ ഫായിൽ വേണം. ഫായിൽ എവിടെ? അതെ, ത്വാഇറിലേക്ക് മടങ്ങുന്ന മുസ്തത്തിറായ ലമീറാണ് ഫായില്. ആ ഫായിലിന് മഹല്ല് എന്തായിരിക്കും? റഫ് ആണല്ലോ, ഫായിൽ മർഫു അല്ലേ. എന്നിട്ട് ആ ഫീലും ഫായിലും കൂടെ ജുംല യുഗന്നി എന്നുള്ള ജുംല എന്താണ്? അസ്ബയുടെ ഖബർ. അപ്പൊ ആ ജുംലക്ക് മഹല്ലിൽ എന്ത് ഇറാബ് ഉണ്ടാവും? ആ ജുംലക്ക് മഹല്ലിൽ എന്ത് ഇറാബ് ഉണ്ടാവാ? അതെ, അസ്ബഹയുടെ ഖബറാണ് ജുംല, അതുകൊണ്ട് മൻസൂബാണ്, മഹല്ലിൽ നസ്ബ ഉണ്ടാവുക ആ ജുംലക്ക്. ഓക്കെ, ഇനി അടുത്ത ജുംല അതേപോലെ ഒന്ന് പറഞ്ഞു നോക്കി. അസ്ബഹൽ വർദു റായിഹത്തുഹു ജമീലത്തുൻ. അസ്ബഹ മബ്നിയൻ അലൽ ഫത്ഹി. അൽ വർദു ഇസ്മു അസ്ബഹ മർഫൂഉൻ ബിൽ ളമ്മത്തി ളാഹിറ. ഓക്കെ, പിന്നെ റായിഹത്തുഹു ജമീലത്തുൻ. റായിഹത്തു പറയൂ. എങ്ങനെ? റായിഹത്തുഹു ജമീലത്തുൻ. റായിഹത്തിന്റെ തർക്കീബ് എന്താ വരാ? ജുംല റായിഹത്തു ജമീലത്തുൻ എന്ന ജുംല മുഴുവനായിട്ട് ഖബറാണ്. ആ ഖബറിൽ റായിഹത്ത് എന്നുള്ള ആ ഇസ്മിന്റെ തർക്കീബ് എന്താണ്? അത് മുബ്തദ ആണ്. റായിഹത്തുഹു ആ വർദിൻ്റെ വാസന, അതിൻ്റെ സ്മെല്ലാകുന്നത് ജമീലത്തിൽ ഭംഗിയുള്ളതാകുന്നു. മഫ്ഊലോ അല്ലേ? റായിഹത്ത് എന്നുള്ള അല്ല, ഹു മുദാഫ് ഇലൈഹി. റായിഹത്തുഹു ആ വർദിൻ്റെ റായിഹത്താകുന്നത്
ജമീലത്തുൻ ഭംഗിയുള്ളതാകുന്നു. ജമീലത്തു എന്നുള്ളതാണ് റായിഹത്തിൻ്റെ ഖബർ. റായിഹത്ത് മുബ്തദ ആണ്, ജമീലത്താണ് റായിഹത്തിൻ്റെ ഖബർ. ഹൂ എന്നുള്ള മുദാഫിലിയാണ് കേട്ടോ. റായിഹത്തുഹു അർത്ഥം നോക്കൂ, റായിഹത്തുഹു ആ വറുദിൻ്റെ വാസനയാകുന്നത്. അപ്പോൾ ആ റായിഹത്തിനെ ആരിലേക്ക് ചേർത്തി പറയാണ്? വറുദിലേക്ക് ചേർക്കാണ്. വറുദിൻ്റെ റായിഹത്താകുന്നത് അത് മുബ്തദയായിട്ടുള്ള റായിഹത്ത്. ഖബർ പറഞ്ഞിട്ടില്ല. ഖബർ ജമീലത്തുൻ എന്നുള്ളതാണ്. റായിഹത്തിനെ കുറിച്ച് നമ്മൾ എന്താ പറയണത്? ജമീലത്തുൻ എന്നല്ലേ പറയണത്. അപ്പോൾ അതാണല്ലോ ഖബർ. അപ്പോൾ പറയേണ്ടത് റായിഹത്തു എന്നുള്ളത് മുബ്തദ ആണ്. മർഫൂഉം ബിൽ ലമ്മത്തി ളാഹിറ. ആമിലുഹു, ആമിൽ ആരാണ്? മുബ്താക്ക് റഫ് ചെയ്യുന്ന ആമിൽ അസ്ബഹ. അല്ല, മുബ്താക്ക് റഫ് ചെയ്യുന്ന ആമിൽ ഇബ്തിദാ എന്നുള്ള മാനവിയായ ആമിലാണ്. എവിടെ വന്നത് അങ്ങനെ തന്നെ. നമ്മൾ നേരത്തെ മുദാരിഅ ഫീലിന് റഫ് കിട്ടുമ്പോൾ ആ റഫ് ചെയ്ത ആമിൽ ഖുലൂവാണെന്ന് പറഞ്ഞതുപോലെ മുബ്തദ എവിടെ വന്നാലും അതിന് റഫ് ആയിരിക്കും ഉണ്ടാവുക. ആ റഫ് ചെയ്ത ആമിൽ ഇബ്തിദാ എന്ന മാനവിയായ ആമിൽ, കാണാൻ പറ്റാത്ത ഒരു സാങ്കല്പികമായൊരു ആമിലുണ്ട്. ആ ആമിലാണ് അതിന് റഫ് ചെയ്തത്. ഇബ്തിദാ എന്ന മാനവിയായ ആമിലാണ് റഫ് ചെയ്തത്. ഹൂ എന്നുള്ളത് മുദാഫിലേഹിയാണ്. അത് ലമീറൊക്കെ മബിനിയാണല്ലോ. ഇവിടെ ഹൂ എന്നുള്ളത് ലമ്മിന് മേൽ മബിനി. പിന്നെ മുദാഫിലേഹി ആവുമ്പോൾ ജറ് വേണം. ആ ജറ് മഹല്ലിലുണ്ടാവുക. മബിനിയായ ഇസ്മുകൾക്ക് ഏറാബ് മഹല്ലിലാണ് ഉണ്ടാവുക. അപ്പോൾ ഹൂ മുദാഫിലേഹി ആണ്. മബിനിയുൻ അല ലമ്മി ഫി മഹല്ലി ജറിൻ, ജറിൻ്റെ മഹല്ലിൽ. പിന്നെ ജമീല മുദാഫ് റായിഹത്ത് എന്നുള്ളത്, ആ റായിഹത്ത് എന്നുള്ള മുദാഫാണ് ഹു എന്നുള്ള മുദാഫിലേക്ക് ജർ ചെയ്യുന്നത്. ആ മുദാഫുമാണ്, മുബ്തദുമാണ്, ഒക്കെയാണ്. ജമീലത്തുൻ എന്നുള്ളത് ഖബർ. അതിന് മർഫൂഉം ബിൽ ലമ്മത്തി ളാഹിറ. അതിൻ്റെ ആമിലാരാണ്? ജമീലത്തുൻ എന്ന ഖബറിന് റഫ് ചെയ്യുന്ന ആമിലാരാണ്? ഖബറിന് റഫ് ചെയ്യുന്ന ആമിൽ മുബ്തദ ആണ് റഫ് ചെയ്യുക കേട്ടോ. മുബ്തദക്ക് റഫ് ചെയ്യുന്നത് ഇബ്തിദാ ആണ് എന്നതുപോലെ ഖബറിന് റഫ് ചെയ്യുന്നത് മുബ്തദ ആണ്. വറഫഉ മുബ്തദഅൻ ബിൽ ഇബ്തിദാ കദാക റഫ്ഉ ഖബരിൻ ബിൽ മുബ്തദ. ഇങ്ങനെ ബൈത്ത്. മുബ്തദഇന് ഇബ്തിദാ കൊണ്ടാണ് റഫ് ചെയ്യുക, അതുപോലെ ഖബറിന് മുബ്തദ കൊണ്ടാണ് റഫ് ചെയ്യുക. എന്നിട്ട് ഇനി റായിഹത്തു ജമീലത്തുൻ എന്ന ജുംല ഉണ്ടല്ലോ. റായിഹത്തു എന്നുള്ള മുബ്തദവും ജമീലത്തു എന്നുള്ള ഖബറും കൂടുമ്പോൾ അത് ഇസ്മിയ ജുംലയാണോ ഫീലിയ ജുംലയാണോ? ഇസ്മിയ ജുംല. ആ ഇസ്മിയായ ജുംലയാണ് അസ്ബഹ എന്നതിൻ്റെ ഖബർ. ആ അസ്ബഹയുടെ ഖബർ. അതുകൊണ്ട് ആ ജുംലക്ക് മഹല്ലിൽ ഒരു ഇറാബ് ഉണ്ടാകും. അതെന്താ? നസ്ബ്. ഓക്കെ. അപ്പോൾ ജുംല ഫി മഹല്ലി നസ്ബ്, അൽ ജുംലത്തു ഫി മഹല്ലി നസ്ബി, അല്ലെങ്കിൽ അൽ ജുംലത്തു മൻസൂബുൽ മഹല്ലി എന്നൊക്കെ പറയാം. ഇനി അടുത്ത ജുംല അതേപോലെ ഒന്ന് പറഞ്ഞോക്കല്ലേ. അസ്ബഹയുടെ ഇസ്മും വന്ന് അതിന്റെ കൂടെ ഒരു മുബ്തദ എക്സ്ട്രാ വരുമല്ലേ? എവിടെ? ഇപ്പം റായിഹത്ത് എന്നുള്ളത് മുബ്തദ എന്നല്ല പറഞ്ഞേ? ആ റായിഹത്ത് മുബ്തദാണ്. അപ്പൊ വറുദ് എന്നുള്ളത് അസ്ബഹയുടെ ഇസ്മല്ലേ? അപ്പൊ ഇസ്മിനെ മുബ്തദ എന്ന് പറയില്ലല്ലോ. ഇല്ലല്ല, അത് നേരത്തെ അസ്ബഹ പ്രവേശിക്കുന്നതിന് മുമ്പ് മുബ്തദായിരുന്നു. അസ്ബഹ പ്രവേശിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടാവുക? അസ്ബഹ പ്രവേശിക്കുന്നതിന് മുമ്പ് അൽ വറുദു റായിഹത്തു ജമീലത്തുൻ. അൽ വറുദു മുബ്തദാണ്. എന്നിട്ട് ആ മുബ്തദന്റെ ഖബർ ഏതാണ്? റായിഹത്തു ജമീലത്തുൻ എന്ന ജുംലയാണ് ഖബർ. ആ റായിഹത്തു ജമീലത്തുൻ എന്ന ജുംലയിൽ റായിഹത്ത് മുബ്തദാണ്, ജമീലത്ത് ഖബറാണ്. ആ രണ്ടാമത്തെ മുബ്തദാകുന്ന റായിഹത്തും അതിൻ്റെ ഖബറാകുന്ന ജമീലത്തും കൂടെയുള്ള ഈ ജുംല മൊത്തത്തിലാണ് അൽ വറുദു എന്ന മുബ്തദന്റെ ഖബർ. അത് അസ്ബഹ പ്രവേശിക്കുന്നതിന് മുമ്പാണ്. അസ്ബഹ പ്രവേശിക്കുന്നതിന് മുമ്പ് റായിഹത്തു ജമീലത്തുൻ എന്ന ജുംലക്ക് മഹല്ല് റഫ് ആണ്. അസ്ബഹ ഇവിടെ പ്രവേശിച്ചപ്പോൾ പിന്നെ ആ ജുംലക്ക് മഹല്ല് നസ്ബാണ്. അതൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ.
ഇനി അസ്ബഹൽ കസ്ലാനു ഫി ഹൈറത്തിൻ. അസ്ബഹൽ കസ്ലാനു മടിയൻ ആയി, ഫി ഹൈറത്തിൻ പരിഭ്രാന്തിയിലായി, പരിഭ്രമത്തിലായി. ഇവിടെ അസ്ബഹ അസ്ബഹ പറഞ്ഞോളൂ. ആ അതെ. അൽ കസ്ലാനു ഖബർ. ഫീ എന്നുള്ളത് ഹർഫു ജറാണ് അല്ലേ? അത് മബിനിയ മബിനിയ അല സുക്കൂനി. ഹൈറത്തിൻ എന്നുള്ളത് മജ്റൂർ. ഈ ജാറ് മജ്റൂർ മൊത്തമാണ്. അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ. നിങ്ങളെങ്ങനെ പറഞ്ഞേ? അല്ല കസ്റത്തി എന്ന് പറഞ്ഞാ, നിങ്ങൾ കസ്റത്തി എന്ന് പറഞ്ഞാ? ആ ആയിക്കോട്ടെ, സോറി. ഓക്കെ. അപ്പോൾ അലാമത്ത് ജർരി അൽ കസ്റത്തു ളാഹിറ ട്ടോ. പിന്നെ അസ്ബഹ ത്വല്ലു ഫൗഖൽ അസ്ഹാർ. ത്വല്ല് എന്ന് പറഞ്ഞാൽ ചാറ്റിൽ മഴ, അങ്ങനത്തെ മഴ ഉണ്ടല്ലോ അതിന്. അപ്പോൾ അസ്ബഹ ത്വല്ലു ചാറ്റിൽ മഴ ആയി, ഫൗഖൽ അസ്ഹാരി ഈ അല്ലെങ്കിൽ നനവ് എന്നൊക്കെ പറയും ത്വല്ല്. അത് ഫൗഖൽ അസ്ഹാരി പുഷ്പങ്ങൾക്ക് മേലെ ആയി. ഇവിടെ ത്വല്ല് പറഞ്ഞോളൂ. അസ്ബഹ എന്നുള്ളത് ഫീലുൽ മാദിൻ ഫത്ത്. ത്വല്ലു എന്നുള്ളത് ഫൗഖ ലർഫ് മക്കാനാണ്. മൻസൂബാണല്ലേ? ഈ ഫൗഖക്ക് നസ്ബ് എങ്ങനെ കിട്ടി? ആരാ നസ്ബ്? ഇല്ല, ഇവിടെ ഫൗഖാന്ന് തന്നെ വായിക്കാം കേട്ടോ. മബിനല്ല, മൻസൂബാണ്. ഫത്ലായത്തായ ഫത്ഹത്തോട് നസ്ബ്. നസ്ബ് ചെയ്ത ആമിൽ ആരാണ്? അല്ലല്ല, നമ്മള് തുടക്കത്തില് അതിനെവിടെ പോയി ഖബറായിട്ടാണല്ലോ വന്നത്. ഫി ഹൈറത്തിൻ, അതുപോലെ തന്നെ ഫൗക്ക, ഇങ്ങനെ ലറുഫുകൾ അല്ലെങ്കിൽ ജാറ് മജ്റൂറൊക്കെ ഖബറായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു യഥാർത്ഥ ഖബർ കളയപ്പെട്ടതാണെന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെ ഉണ്ടാവുക? അസ്ബഹ ത്വല്ലു മുസ്തഖിറൻ ഫൗഖൽ അസ്ഹാർ. ഇങ്ങനെ ഒരു മുസ്തഖിർ എന്ന് പറയുന്ന ഒരു ഇസ്മ ഫായില് അല്ലെങ്കിൽ അസ്ബഹ ത്വല്ലു ഇസ്തഖറ ഫൗഖൽ അസ്ഹാർ, ഒരു മാദിയ ഫീലോ എന്തെങ്കിലും സങ്കല്പിച്ചു കൊടുക്കാം. അതാണ് യഥാർത്ഥ ഖബർ. എന്നിട്ട് അതിൻ്റെ ലറുഫാണ് ഫൗക്ക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഈ ഖബറായിട്ട് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ മുസ്തഖിർ അല്ലെങ്കിൽ ഇസ്തഖറ അതിനെ കളയൽ നിർബന്ധമാണ്. ഇങ്ങനെ ഖബറായിട്ടോ അല്ലെങ്കിൽ സിലയായിട്ട് അല്ലെങ്കിൽ സിഫത്തായിട്ട് ഹാലായിട്ട് 4 സന്ദർഭത്തിൽ ആ മുത്തഅല്ലിഖിനെ കളയൽ നിർബന്ധമാണ്. അങ്ങനെ കളയപ്പെട്ടതാണ്. അപ്പോൾ കളയപ്പെട്ട ആ മുസ്തഖിർ അല്ലെങ്കിൽ ഇസ്തഖറ അതാണ് ഈ ഫൗക്ക എന്നതിലേക്ക് നസ്ബ് ചെയ്യുന്ന ആമിൽ. യഥാർത്ഥ ഖബർ ആ ഇസ്തഖറ അല്ലെങ്കിൽ മുസ്തഖിർ എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആ ഒരു ഇസ്മ ഫായില് അല്ലെങ്കിൽ ആ ഒരു ആമിൽ എന്ന് പറയാം. ഇത് ഇസ്മ ഫായിലാവട്ടെ നമുക്ക് ആമിൽ എന്ന് പറയാം. ഫൗക്ക എന്നതിൽ ആമിൽ ചെയ്യുന്ന ആമിൽ, ആ ഫൗക്കൻ്റെ ആമിൽ അതാണ് യഥാർത്ഥ ഖബർ. അസ്ഹാർ എന്നുള്ളത് മുദാഫിലേഹി, ഫൗക്കൽ അസ്ഹാരി, അസ്ഹാറിൻ്റെ മുകളിൽ. അപ്പോൾ അസ്ഹാർ മുദാഫിലേഹിയാണ്. അപ്പൊ ഈ പിന്നെ ഫൗക്കനപ്പ എന്താ പറഞ്ഞത് സാറേ? ഫൗക്ക എന്നുള്ളത് ലറുഫാണ്,
മൻസൂബാണ്. മറ്റേത് മുലാഫിലേക്ക് പറയുമ്പോ ഇതിനെ വഹുവ മുലാഫിൻ പറയോ? മുലാഫാണ്. ഫൗക ശേഷം മുലാഫിലേക്ക് വരുമ്പോൾ മുമ്പുള്ള മുലാഫാണ്. സാറേ ഇത് ഈ ഫൗക്കക്ക് ശേഷം എപ്പോഴും മുലാഫിൽ ഇലൈനെ വരുള്ളൂ? അതെ, ലർഫുകൾക്ക് എങ്ങനത്തെ ഇത്തരം ലർഫിന് ശേഷമൊക്കെ മുലാഫിലേക്ക് സാധനം വരാം. ഇനി മുലാഫില്ലാതൊക്കെ പറയാറുണ്ട്, വെറും ഫൗക്കു എന്ന് പറയാറുണ്ട്. അതായത് മുലാഫിലേക്ക് അവിടെ സങ്കല്പിക്കും, ദാഹിറിൽ പറയില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ വബഅദു എന്നൊക്കെ പറയില്ല നമ്മൾ, വബഅദു കിതാബിനൊക്കെ തുടക്കത്തിൽ ബഅദു. അവിടെ എന്താ വെച്ചാൽ ശരിക്ക് ബഅദൽ ബസ്മലത്തി വൽ ഹംദലത്തി എന്നൊക്കെ ഉണ്ട്. ബിസ്മിയുടെയും ഹംദിൻ്റെ ഒക്കെ ശേഷം എന്നാണ് അവിടെ മുലാഫിലേക്ക് ശരിക്ക് നമ്മൾ സങ്കല്പത്തിലുണ്ട്. അങ്ങനെ മുലാഫിലേക്ക് കളഞ്ഞ് മുലാഫിലേക്ക് സങ്കല്പിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഈ ബഅദു ഖബ്ലു പോലത്തെ ഈ ലർഫുകൾക്ക് നമ്മൾ ലമ്മിൻ്റെ മേൽ മബിനിയാക്കുക. അമ്മ ബഅദു എന്നുള്ളത് അമ്മ ബഅദ എന്നല്ല പറയണത്, ബഅദു എന്നാണ് പറയണത്. ലമ്മിൻ്റെ മേൽ മബിനി ആയിട്ടാണത്. ആ മബിനിയാക്കുന്ന സന്ദർഭം എന്താ വെച്ചാൽ മുലാഫിലേക്ക് കളയപ്പെട്ട് മുലാഫിലേഹിനെ സങ്കല്പിക്കുമ്പോഴാണ് ഇങ്ങനെ ബഅദു ഖബ്ലു പോലെയുള്ള ലർഫുകൾക്ക് ലമ്മിൻ്റെ മേൽ മബിനിയാക്കുക. ഇവിടെ ഫൗക്ക എന്നുള്ളതൊക്കെ മൻസൂബായിട്ടാവുന്നില്ല, മബിനൊന്നല്ല. ആ ഒറ്റ സന്ദർഭത്തിന് മാത്രമേ മബിനാവുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ മുലാഫിലേക്ക് വേറെ ഇറാബൊന്നും വരുന്നില്ലല്ലോ. നസ്ബാണ് വരാ. അപ്പൊ ഇതിന് മബിനി അങ്ങനെ തന്നെയല്ലേ മബിനി എന്ന് പറയാം, അതായത് ഒരേ ഹാലിൽ തന്നെ നിൽക്കണേന്നല്ലേ പറയാം. അങ്ങനല്ല, ഞാൻ ഇത്രയും കാലം പുതുമ അഭിനയാന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ ഫൗക്കയും തട്ടൊക്കെ അല്ലൊക്കെ എന്താണ് മുറബാണ്, പക്ഷെ നസ്ബാണ്. അത് വെച്ചാൽ ആമിലുകൾക്ക് അനുസരിച്ച് മാറുന്നാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ ലർഫായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആമിൽ അങ്ങനെ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നസ്ബ് കിട്ടാണ്. ലർഫുകളുടെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ലർഫായിട്ട് വരുന്ന ലർഫുകളുണ്ട്. പിന്നെ ചിലപ്പോൾ ലർഫായിട്ടും ചിലപ്പോൾ ലർഫല്ലാതെയും വരും. അങ്ങനത്തെ ലർഫുകളുണ്ട്. അതിനാണ് എന്താ പറയുക, ഈ പേരുണ്ട്, പ്രത്യേകിച്ച് പേര് ഓർക്കണില്ല. ഇപ്പോൾ യൗമ് പോലത്തെ ലർഫുകളെ, യൗമ് എന്നുള്ളപ്പോൾ സല്ലൈത്തു യൗമൽ ജുമുഅത്തി, അവിടെ യൗമ് ലർഫായിട്ട് വന്നു. ഞാൻ നിസ്കരിച്ചു വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ യൗമ അവിടെ ലർഫാണ്, മൻസൂബാണ്. അതേ സമയത്ത് ഹാദ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, ആ ആയത്തിൽ ഹാദ എന്നതിൻ്റെ ഖബറായിട്ടാണ് യൗമു വന്നത്. ഇങ്ങനെ ലർഫായിട്ടും അവിടെ മർഫൂ ആയിട്ടാണ് വന്നിട്ട് ഹാദ യൗമു എന്ന് പറയുമ്പോൾ ഹാദ എന്ന മുബ്താൻ്റെ ഖബറായിട്ട് യൗമു വന്നു, മർഫൂ ആയിട്ട് വന്നു. ഇങ്ങനെ ലർഫായിട്ടും ലർഫല്ലാതെ ഉപയോഗിക്കുന്ന ലർഫുകളുണ്ട്, ലർഫായിട്ട് മാത്രം വരുന്ന ലർഫുകളുണ്ട്. അപ്പോൾ ലർഫുകളുടെ പല ഐറ്റുണ്ട്, പേര് ഓർക്കണില്ല ഞാൻ, ഇൻഷാല്ലാ പിന്നെ പറയാം. പിന്നെ വേറെ ഉദാഹരണങ്ങൾ കേട്ടോ. അല്ലൽ ഗായിബ, അല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നഹ്വാത്തിൽപ്പെട്ടതാണ്, അല്ല കേട്ടോ. അതിൻ്റെ ഖബർ ഇതേപോലെ ഇസ്മിയ ജുംലയും ഫീലിയ ജുംലയും ഷിബ് ജുംലൊക്കെയായി വന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അല്ലൽ ഗായിബ യഊദു, ഇതിൻ്റെ ഈ ഒറ്റ ജുംലയുടെ മാത്രം തർക്കീബൊന്ന് പറഞ്ഞോളൂ. അല്ലൽ ഗായിബ യഊദു, ലഅല്ല മാലിയോ, ഇന്ന അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല. അല്ല തെറജിയുടെ അറഫാണ് കേട്ടോ. തെറജിക്കാണ് ലാല്ല വരാം, തെമന്നിക്ക് വരുന്ന അറഫാണ് ലൈത്ത. അല്ലെങ്കിൽ ലാലിനെ കുറിച്ച് വേണമെങ്കിൽ ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഇൽ എന്നൊക്കെ പറയാറുണ്ട്. മൊത്തത്തിലെ ഇന്നഹ്വാത്ത് മൊത്തം ഫീലിനോട് സാദൃശ്യമായ ഹർഫുകളാണ്. ഫീല് സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഫായിലിന് റഫും മഫ്ഊലിന് നസ്ബും ചെയ്യാറുണ്ട്. എന്നതുപോലെ
ഇന്ന അഖ്വാത്ത് എന്ത് ചെയ്യാറുണ്ട്? റഫുൻ നസ്ബൊക്കെ ചെയ്യാറുണ്ട്. നേരത്തെ തിരിച്ചാണെന്നുള്ളൂ. ഏതാവട്ടെ ഈ ഹർഫുകൾക്ക് ഫെയിലിനോട് സാദൃശ്യമായ ഹർഫ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ലാലിലേക്ക് തർക്കി പറയുമ്പോൾ ഒന്നുകിൽ ലാല്ല ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഅലി, അല്ലെങ്കിൽ ലാല്ല ഹർഫു തറജി, അങ്ങനെ എന്തൊക്കെ പറയാം. പിന്നെ മബ്നിയുൻ അലൽ ഫത്ഹി, മറ്റേ മുഷബ്ബഹും ബിൽ ഫിഅലി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ സംഭവം? അത് ഇസ്മിനെ ഖബറിനെയും അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണോ? അതായത് ഇസ്മിനും ഖബറിനും, ഇസ്മിന് നസ്ബ് ഖബറിന് റഫും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ റഫും നസ്ബും ചെയ്യാറുണ്ട് ഈ ഇന്ന അഖ്വാത്ത്. അതേപോലെ തന്നെയാണ് ഫീലുകൾ സാധാരണ മുത്തഅദ്ദിയായ ഫീലാവുമ്പോൾ ഫായിലിന് റഫ്, മഫ്ഊലിന് നസ്ബ്, ഇങ്ങനെ റഫും നസ്ബും ചെയ്യുന്ന ആമിലുകളാണ് ഫീലുകൾ. ഇതേപോലെ റഫും നസ്ബും ചെയ്യുന്ന ഹർഫുകളാണ് ഇന്ന അഖ്വാത്ത്. അതുകൊണ്ട് ഇന്ന അഖ്വാത്തിനെ കുറിച്ച് ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഅലി എന്നാണ് പറയുക, അല്ലെങ്കിൽ അൽ ഹുറൂഫുൽ മുഷബ്ബഹത്തു ബിൽ ഫിഅലി, ഫീലിനോട് സാദൃശ്യമാക്കപ്പെട്ട ഹർഫുകൾ. അപ്പോൾ ലാലിനെ തർക്കീബ് ഇങ്ങനെ പറയുമ്പോൾ ലാല്ല ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഅലി എന്ന് പറഞ്ഞാൽ മതി. അത് ഇന്ന അഖ്വാത്തിൽ പെട്ടതാണെന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ എന്ത് ചെയ്യണ്ട, നമ്മൾ മനസ്സിലാവാതെ പോകണ്ട എന്ന് കരുതി പറയണം. ലാല്ല എന്നുള്ളത് ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഅലി. പലപ്പോഴും തർക്കീബൊക്കെ പലയിടത്തും തർക്കീബ് വിവരിക്കുന്ന കിതാബുകളിൽ അങ്ങനെ കാണാം. ലാല്ല അല്ലെങ്കിൽ ഇന്ന അഖ്വാത്തിൽ ഏത് വന്നാലും അതിനെക്കുറിച്ച് എന്താ പറയും? ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഅലി എന്ന് പറയും തർക്കീബ് പറയുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞതാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ആയിക്കോട്ടെ. അപ്പോൾ ലാല്ല ഹർഫുൻ മുഷബ്ബഹും ബിൽ ഫിഅലി. പിന്നെ അതിൻ്റെ ബാക്കി മുറബാണോ മബ്നിയാണോ? മബ്നിയാണ്, ഹർഫല്ലേ? ഹർഫുകളൊക്കെ മബ്നിയാണ്. ഓക്കെ. ഫത്തഹിന്ന മിൻ മബ്നി. പിന്നെ അൽ ഗായിബ, ഇസ്മു ലഅല്ല, ഇസ്മു ലഅല്ല. പിന്നെ യഊദു ഖബറു, അല്ല ഇതിൻ്റെ ഇറാബ് പറയും. ഗായിബിന്റെ തർക്കീബ് പറഞ്ഞു, ഇസ്മു ലഅല്ല. എൻ്റെ ഇറാബ് ഒന്ന് പറയും. മൻസൂബും ബിൽ ഫത്ഹത്തിൽ ളാഹിറ. ളാഹിറ ഫത്ഹതു നസ്ബ്. ഓക്കെ. ഇനി യഊദു ഖബർ മർഫൂഉൻ ദമ്മത്തുൽ ളാഹിറ. ആദ്യം ഐറ്റം ഫീലിനെ കുറിച്ച് പറയണം, പിന്നെ ഫായിലിനെ കുറിച്ച് പറയണം. പിന്നെ ഫീലും ഫായിലും കൂടി ജുംലയാണ് ലാലിൻ്റെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ എടുത്തി ആടിയിട്ട് എഴുതു ഖബറാണ് റഫാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആദ്യം എഴുതു എന്നുള്ള ഫീലിനെ കുറിച്ച് പറയണം. എഴുതു എന്നുള്ള മുളാരിയായ ഫീലാണ്. പിന്നെ ആദ്യം മുളാരിയ ഫീലിൻ്റെ ഇറാബ് എന്താണ്? മുളാരിയ ഫീലിൻ്റെ ഇറാബ് എന്താണ്? മർഫൂ ആണ്. അതിൻ്റെ ആമിൽ ആരാണ്? റഫ് ചെയ്ത ആമിൽ നേരത്തെ പറഞ്ഞ മുസ്തഖില്ലോ അങ്ങനെ ആ സാധനമാണോ? ഖുലുവ്. ഖുലുവാണോ ഉലുവാണോ? ബിൽ ഖാഇൽ മുഅജ്ജമ, പുള്ളിയുള്ള ഖാ കൊണ്ട് ഹാഇന് പുള്ളിട്ട ഖാ. അപ്പൊ ഖുലുവ് പറഞ്ഞു കാലിയായതെന്നല്ലേ, ഒഴിവായതെന്നല്ലേ? ഒഴിവാവൽ. അപ്പൊ എന്തെന്ന് ഒഴിവാവലാണത്? നാസിബുകളെ തൊട്ടും ജാസിമുകളെ തൊട്ടും ഒഴിവാവൽ. അങ്ങനെ. അപ്പോൾ ഖുലുവ് ആണ് ആമിൽ. പിന്നെ ഫായിൽ ആരാണ്? ഗായിബിലേക്ക് മടങ്ങുന്ന ലമീർ, ഹുവ എന്ന മുസ്തത്തിറായ ലമീർ. അത് റഫ്ഇൻ്റെ മഹല്ലിലാണ് ഉണ്ടാവുക. പിന്നെ ഈ യഊദു എന്നുള്ള ജുംല, അതായത് യഊദു എന്ന ഈ മുളാരിയ ഫീലും നമ്മൾ പറഞ്ഞ ആ ലമീർ അടക്കമുള്ള ജുംല, ഫീലിയ ജുംല, അതാണ് ലാല്ലയുടെ ഖബർ. അപ്പം ഇനി ഇറാബ് എന്താ ഉണ്ടാവുക? ജുംലക്ക് എന്താ ഇറാബ് ഉണ്ടാവുക?
റഫ്അ് മർഫൂ. അതെ, ആ റഫ് മഹല്ലിലുണ്ടാവും കേട്ടോ. യഊദുവിൻ്റെ ആ ജുംലയുടെ മഹല്ല് റഫ് ആണ്, കാരണം ലഅല്ലയുടെ ഖബറാണ്. അതുകൊണ്ട് യഊദു എന്ന ഫീലിയ ജുംലയുടെ മഹല്ല് റഫ് ആണ്. ഓക്കെ, അതിന് ഇതൊന്ന് സാറ് ഫസ്റ്റ് മുതൽ നിങ്ങൾ പറഞ്ഞാൽ ഓർഡറിൽ കറക്റ്റ് ആയിട്ട്. ലഅല്ല ഹർഫുൻ മുശബ്ബഹും ബിൽ ഫിഅലി മബ്നിയുൻ അലൽ ഫത്ഹി. അൽ ഗായിബ ഇസ്മു ലഅല്ല മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ. യഊദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അൽ-ളമ്മത്തു ളാഹിറ. ആമിലുഹു അൽ ഖുലൂബു വഫാഇലുഹു ളമീറുൻ മുസ്തതിറുൻ ഫീഹി വഹുവ ഫി മഹല്ലി റഫ്ഇൻ. വൽ ജുംലത്തു മിനൽ ഫിഅലി വൽ ഫാഇലി ഖബറു ലഅല്ല ഫി മഹല്ലി റഫ്ഇൻ. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ളൊക്കെ അതേപോലെ അങ്ങ് തർക്കീബുകൾ വെച്ച് പഠിച്ചോളൂ കേട്ടോ. നേരത്തെ ലഅല്ലൽ ഇംതിഹാന അസ്ഇലത്തുഹു സഹലത്തുൻ, ലഅല്ല മുഹമ്മദൻ ഫിൽ മൻസിലി, ലഅല്ലൽ മിബ്റാത്ത ഫൗഖൽ കുർസിയി. ഇതൊക്കെ തർക്കീബുകളൊക്കെ വെച്ച് ആണെങ്കിൽ ഗ്രൂപ്പിലൊക്കെ വോയിസൊക്കെ ആയിട്ട് അയച്ചോളൂ, അല്ലെങ്കിൽ എഴുതിയിട്ട് അയക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഇനി അൽ ജുംലത്തു വ ഷിബ്ഹുൽ ജുംലത്തി ഫി ഹുക്കുമിൽ അസ്മാഇ നക്കീറ. നക്കീറയായ ഇസ്മുകളുടെ സ്ഥാനത്താണ് ഈ ജുംലയാവട്ടെ അല്ലെങ്കിൽ ഷിബ്ഹ് ജുംലയാവട്ടെ, അതൊക്കെ നക്കീറയായ ഇസ്മിൻ്റെ സ്ഥാനത്താണ്. അങ്ങനെ സ്ഥാനത്തായതുകൊണ്ട് ഫതഖഉ സിഫത്ത് നക്കിറത്തിൻ, ഒരു നക്കിറയുടെ സിഫത്തായിട്ടൊക്കെ ജുംലയോ ഷിബ്ഹ് ജുംലയൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ വതകൂനു ഹാലൻ, ഹാലായിട്ട് സംഭവിക്കാറുണ്ട്. സിഫത്ത് നക്കിറക്ക് സിഫത്ത് പറയുമ്പോൾ നക്കിറ തന്നെ ആവണമല്ലോ. നക്കിറക്ക് സിഫത്തായിട്ട് ജുംലയും ഷിബ്ഹ് ജുംലയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ജുംലയും ഷിബ്ഹ് ജുംലയൊക്കെ നക്കിറയുടെ സ്ഥാനത്താണ് എന്നാണ് അർത്ഥം. അതുപോലെ ഹാലായിട്ടും ജുംല അല്ലെങ്കിൽ ഷിബ്ഹ് ജുംല വരാറുണ്ട്. ഉദാഹരണം നോക്കൂ, നസർത്തു റജുലൻ ജാഅനി. നസർത്തു ഞാൻ സഹായിച്ചു, റജുലൻ ഒരു പുരുഷനെ, ഒരു റജുലിനെ സഹായിച്ചു. എങ്ങനെയുള്ള പുരുഷനാണ്? ജാഅനി അവൻ എൻ്റെ അടുക്കൽ വന്നു, അങ്ങനെയുള്ളതായ റജുലിനെ ഞാൻ സഹായിച്ചു. ഇവിടെ നസർത്തു എന്നുള്ളത് നസറ മാദിയായ ഫിഅലാണ്. അതിൻ്റെ തർക്കീബെന്ന് പറയാൻ പറ്റുമോ? നസർത്തു റജുലൻ ജാഅനി, ആ ഒറ്റ ജുംലയുടെ തർക്കീബ് നസർത്തു. ആരാ പറയാ? ആരില്ലേ? നസർത്തു എന്നുള്ളത് ആ നസർത്തു എന്നുള്ളത് നസറ വേറെയും തൂ വേറെ ആക്കി പറയണം കേട്ടോ. നസറ പേരുൽ മാദിയ, മാദിയാണ്. ആ മാദിയ ഫീലാണ്. മബനിയാണ്. അല്ല സുക്കൂനിന്റെ മേൽ സുക്കൂനിന്റെ മേൽ മബനി കേട്ടോ. ശേഷം തോന്നുന്നത് ലമീറാണല്ലോ. ലമീറൊക്കെ മബിനല്ലേ? ഫായിലാണ്, റഫിന്റെ മഹല്ലിലാണ്. മഹല്ലാണ് റഫ്. കാരണം മബിനിയായ ഇസ്മുകൾക്കൊക്കെ ഇറാബ് മഹല്ലിലുണ്ടാവുക. ഇവിടെ കാണുന്ന ലമ്മ് അത് ബിനാഇന്റെ ലമ്മാണ്. തൂന്നുള്ളത് ഫായിലാണ്. മബിനിയുൻ അല ലമ്മി ഫി മഹല്ലി റഫ്ഇ. അപ്പോൾ ഞാൻ സഹായിച്ചു. ആ മഫ്ഊലുൻ ബിഹിയാണ്. ഇറാബ് എന്താണ്? നസ്ബ് അല്ലേ?
നസ്ബ് ചെയ്ത ആമിലാരാ? മഫ്ഊൽ ബിഹിക്ക് നസ്ബ് ചെയ്യുന്ന ആമിൽ ആരാണ്? നസറ ഫിഅലല്ലേ? ഫീലാണ്. നസറ എന്നുള്ള ഫീലാണ്. ഓക്കെ. പിന്നെ ജാഅനിൻ്റെ വാക്കിൻ്റെ അർത്ഥം ജാ വന്നു, അവൻ വന്നു, നീ എൻ്റെ അടുക്കൽ വന്നു. ജാ ഫീൽ മാലി മബ്നിയുൻ അലൽ ഫത്ഹി. അങ്ങനെ തന്നെ ജാ എന്നല്ല ഫീല്, ഫത്ഹിൻ്റെ പിന്നെ മബ്നി. പിന്നെ ഒരു നൂനുണ്ട്, യാ ഉണ്ട്. നൂന് വേറെയാണ്, യാ വേറെയാണ്. ഈ നൂന് എന്താണ്? വിഖായത്തിൻ്റെ നൂനെന്ന് പറയും. വിഖായത്തിൻ്റെ അതായത് ഈ ജാ എൻ്റെ മഫ്ഊലായിട്ട് ഇപ്പോൾ മുത്തക്കല്ലിമിൻ്റെ യാ വന്നില്ലേ, എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ യാ തൊട്ട് ശേഷം വരുമ്പോൾ യാൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്ർ കൊടുക്കണം. അപ്പോൾ നൂനില്ല എങ്കിൽ ജാ എന്ന് പറയേണ്ടി വരും. അപ്പോൾ കെസ്ർ ഇപ്പോൾ ഫീലിൽ വരണ്ടെന്ന് കരുതിയിട്ട്, കാരണം കെസ്ർ എന്നുള്ള ഒരു ജറിനോട് ബന്ധമുള്ള ഒരു ഹർക്കത്താണല്ലോ കെസ്ർ. ജറ് ഈ ഫീലുകളിൽ ഇല്ലാത്തൊരു ഇറാബാണ്. അതുകൊണ്ട് അതിനോട് ബന്ധമുള്ള കെസ്ർ അതും ഫീലിൽ വരണ്ട എന്ന് കരുതി ആ കെസറിനെ തൊട്ട് ഫീലിനെ സംരക്ഷിക്കുന്ന ഒരു നൂനാണ് ഈ നൂന്. അപ്പോൾ ഈ കെസർ വരുന്നുണ്ടെങ്കിൽ ആ നൂനുമ കൊടുത്താൽ മതി. അതിൻ്റെ മുമ്പ് ഒരു കെസർ വേണം, അതോടെ കൊടുത്താൽ മതി. ഈ നൂനുമ കൊടുത്താൽ മതി. എന്താണ്, ജാമക്ക് വരില്ല, ഫീലുമക്ക് വരില്ല. അപ്പോൾ ആ കെസറിനെ തൊട്ട് ഫീലിനെ സംരക്ഷിക്കുന്ന നൂന്. വിക്കായത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നാണല്ലോ. വക്കായത്ത് ഈ വിക്കായത്ത് എന്ന് സംരക്ഷിക്കുക. അതോട് സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന നൂനാണത്. കെസറിനെ തൊട്ട് ഫീലിനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന നൂന്. അത് കെസറിൻ്റെ മേലും അഭിനി കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ യാ ഉണ്ട് അല്ലേ? എന്താണ് യാ? മുത്തക്കല്ലിമിന്റെ അല്ലേ? മുത്തക്കല്ലിമിന്റെ ആണ്. അതിന്റെ തർക്കീബ് എന്താണ്? അതിന്റെ ഈ ജുംലയിലെ അതിന്റെ സ്ഥാനം ജാന്റെ മഫ്ഊലാണ് കേട്ടോ. ജാന്റെ മഫ്ഊൽ. അതിന്റെ മുമ്പ് ജാന്റെ ഫായിൽ പറയാൻ പറ്റുമല്ലോ. ജാന്റെ ഫായിൽ ആരാ? റജുലിലേക്ക് മടങ്ങുന്ന ഹുവ എന്ന ലമീർ. ഓക്കെ, ജാന്റെ ലമീർ. ആ ലമീർ റഫിന്റെ മഹല്ലായിരിക്കും. ജാഅനി എന്ന് പറയുമ്പോൾ എൻ്റെ അടുക്കൽ വന്നതല്ലേ. റജുല് വന്നു, എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ യാ മഫ്ഊല്. വന്ന ആള് റജുലാണേ. വന്ന ആള് റജുല്. എങ്ങോട്ടാ വന്നത്? അത് മഫ്ഊല്. അപ്പോൾ യാ മഫ്ഊൽ. അപ്പോൾ യാ ഇവിടെ സുക്കൂൻ്റെ മേൽ മബ്നിയാണ്, പക്ഷെ നസ്ബിൻ്റെ മഹല്ലാണ്. ജാൻ്റെ മഫ്ഊലാണല്ലോ, അതുകൊണ്ട് നസ്ബിൻ്റെ മഹല്ലാണ്. എന്നിട്ട് ഈ ജാ ഇനി എന്നുള്ള ജുംല ഉണ്ടല്ലോ, ജാ എന്ന ആ ഒരു ഫീലും ഫായിലും കൂടി ജുംല. ആ ജുംല എന്താണ്? റജുലൻ എന്നതിൻ്റെ സിഫത്താണ്. അപ്പോൾ എങ്ങനെയുള്ള റജുൽ? നസർത്തു റജുലൻ, ഞാനൊരു റജുലിനെ സഹായിച്ചു. എങ്ങനെയുള്ള റജുല്? ആ റജുലിൻ്റെ ഒരു വിശേഷം പറയാണ്. ജാ അനി, അവൻ എൻ്റെ അടുക്കൽ വന്നു, അങ്ങനെയുള്ളതായ റജുല്. അപ്പോൾ ജുംല ജാ അനി, ആ ജാ എന്നുള്ള ജുംല റജുലൻ എന്നതിൻ്റെ സിഫത്താണ്. അങ്ങനെ ജുംല സിഫത്തായിട്ട് വരുമ്പോൾ ആ ജുംലക്കൊരു ഇറാബ് ഉണ്ടാവും. എന്താണ്? ജാ എന്നുള്ള ജുംല. അതെ, മൗസൂഫിന് അതേ ഇറാബ് വരുന്നു. മൗസൂഫ് ഇവിടെ റജുലാണ്, റജുലിന് നസ്ബാണ്. അപ്പോൾ ജാ അനി എന്നുള്ള ജുംലക്കും എന്താ ഉണ്ടാവും? നസ്ബ ഉണ്ടാവാം. മഹല്ലില് ജുംലകൾക്ക് ഇറാബ് മഹല്ലിലാണ് ഉണ്ടാവുക. മഹല്ലില് നസ്ബ്. നമ്മളെ വിഷയം ഇപ്പം എന്താണ്? വിഷയം ഇവിടെ ജാ ഇനി എന്നുള്ള ജുംല എന്താ ചെയ്തു? റജുലൻ എന്ന നക്കിറയുടെ സിഫത്തായിട്ട് വന്നു. നക്കിറയുടെ സിഫത്തായിട്ട് നക്കിറയെ വരാൻ പാടുള്ളൂ. അപ്പം എന്തായി അർത്ഥം? അതിന് എന്ത് മനസ്സിലായി? ജാ എന്നുള്ള ജുംല, ഈ ജുംലകൾ നക്കിറിൻ്റെ സ്ഥാനത്താണെന്ന് മനസ്സിലായില്ലേ?
അതാണിപ്പോൾ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ നസറത്തു ത്വാലിബത്തൻ മിൻ തിൽക്ക സഫ്, നസറത്തു ഞാൻ സഹായിച്ചു, ത്വാലിബത്തൻ ഒരു വിദ്യാർത്ഥിനിയെ, എങ്ങനെയുള്ള വിദ്യാർത്ഥി, മിൻ തിൽക്ക സഫി ആ ക്ലാസ്സിൽപ്പെട്ട വിദ്യാർത്ഥിയെ സഹായിച്ചു. അപ്പോൾ ആ മിൻ തിൽക്ക എന്നുള്ള ആ ജാർ മജറൂർ ഉണ്ടല്ലോ, അത് ഇവിടെ സിഫത്തായിട്ടാണ് വന്നത്. ജാർ മജറൂർ എന്ന് പറയുമ്പോൾ ഷിബ് ജുംലയാണ്, ഷിബ് ജുംല ഇവിടെ സിഫത്തായിട്ട് വന്നു, ത്വാലിബത്തൻ എന്നതിൻ്റെ സിഫത്തായിട്ട് വന്നു. ത്വാലിബത്ത് നക്കിറയാണ്, നക്കിറിൻ്റെ സിഫത്തായിട്ട് വരണമെങ്കിൽ ഈ ഷിബ് ജുംല നക്കിറിൻ്റെ സ്ഥാനത്താണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ സമീഅത്തു സെയ്ദൻ യഖൂലു, സമീഅത്തു ഞാൻ കേട്ടു, സെയ്ദിനെ കേട്ടു, ഏത് സ്ഥിതിയിൽ കേട്ടു, യഖൂലു അവൻ പറയുന്നതായ സ്ഥിതിയിൽ. എന്താ പറയുന്നത്, അത് ഹാൽ എപ്പോഴും നക്കിറായിരിക്കുമല്ലോ, അല്ല ഹാലു വസ്ഫുൻ ഫളുലത്തുൻ. അപ്പോൾ നെക്കിറ ഹാലെപ്പോഴും നെക്കിറായിട്ടുണ്ടാവാം. ഇവിടെ യക്കൂലു എന്നുള്ള ജുംല ഇവിടെ ഹാലായിട്ട് വന്നു, അതിനർത്ഥം ഈ ജുംല എന്താണ്, ഒരു നെക്കിറിൻ്റെ സ്ഥാനത്താണ്. അത് നമ്മൾ പറഞ്ഞത് അൽ ജുംലത്തു വഷിബുൽ ജുംല ഫി ഹുക്കുമിൽ അസ്മാഇൻ നക്കിറ, നക്കിറയായ ഇസ്മുകളുടെ സ്ഥാനത്താണ് ജുംലയും ഷിബു ജുംലയും. അതുകൊണ്ട് ഫത്തക്കൗ സിഫത്ത് നക്കിറത്തിൻ, നക്കിറയുടെ സിഫത്തായിട്ട് ഇവ സംഭവിക്കും. അതുപോലെ തന്നെ തക്കൂനു ഹാലായിട്ടും ഇവ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് കണ്ടിട്ടില്ല. സിലബസിൽ ഷിബു ജുംലയെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഷിബു ജുംലയെക്കുറിച്ച് അങ്ങനെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഖബറായിട്ട് വരുന്ന സന്ദർഭങ്ങളൊക്കെ ചോദ്യത്തിൽ വന്നിരുന്നു. അതിപ്പോൾ നമ്മൾ ജുംല ഇസ്മിയ ജുംല അല്ലെങ്കിൽ ഫീല ജുംല ഒക്കെ പറയുമ്പോൾ കുറേ ചോദ്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ലർഫൊക്കെ ഖബറായിട്ട് വരുന്ന അസയ്യാറത്തു അമാമൽ ബൈത്ത് എന്നൊക്കെ കൊണ്ട് ഓർക്കണ്ട, അസയ്യാറത്തു അമാമൽ ബൈത്ത്, അവിടെ അമാമ എന്നുള്ള ഖബറായിട്ട് വന്നു, സയ്യാറത്ത് മുബത്താണ്. അങ്ങനെ ചില വന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള പാഠങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനി അടുത്ത വിഷയമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കുക, ഇലാഫത്തിനെ കുറിച്ചാണ് അടുത്ത പാഠം. അപ്പോൾ ഇന്ന് എത്ര മതി, 1 മണിക്കൂറൊക്കെ ആയില്ലേ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ സംശയങ്ങളൊന്നും വരും? ഓക്കെ, ശുക്രൻ ലഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. ജസാക്കല്ലാഹു ഖൈറൽ ജസാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.